എന്റെ ഒരു രീതി വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ റെസ്പെക്ട്, ലോയൽറ്റി, ടൈം. നമ്മളെ തന്നെ സ്റ്റേജിൽ നമ്മൾ ബാക്കിയുള്ളവർക്ക് എന്ത് കൊടുക്കാനാ? നമുക്കൊന്നും നഷ്ടപ്പെടാനില്ലല്ലോ, നമുക്കൊന്നും ചിരിച്ചാ പോരെ. പൈസാങ്കാലത്തിരുന്ന് ആലോചിച്ചു അയ്യോ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ എന്ന് മാത്രമേ ചിന്തിക്കാൻ പറ്റത്തുള്ളൂ. എന്റെ പ്രണയം പറഞ്ഞ് ഞാൻ എന്റെ കുടുംബജീവിതം എല്ലാം ചീറ്റിപ്പോയി. അത് അങ്ങനൊന്നും പറ്റത്തില്ല. അതൊന്നും അത്ര അഡ്ജസ്റ്റ് ഒന്നും ചെയ്യരുത്. ഇതെല്ലാം പഠിച്ചു വെച്ചിരിക്കല്ലേ. ഇയാളല്ലല്ലോ ഞാൻ സ്നേഹിച്ചത്. എന്തിനാ വെറുതെ ജാടയൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ? ഞാൻ ചെറുപ്പക്കാരനാ. ഹലോ, ഹായ്, നമസ്കാരം. വെൽക്കം ബാക്ക് ടു മന്യ മനോജ് ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മുടെ എന്താ പറയുക, നമ്മുടെ സ്റ്റുഡിയോയിലെ ഫസ്റ്റ് വീഡിയോ ആണ് കേട്ടോ. സ്റ്റുഡിയോ എങ്ങനെയുണ്ട്? സ്റ്റുഡിയോ അടിപൊളിയായിട്ടുണ്ട്. എല്ലാം വളരെ സ്റ്റൈലിഷ് ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാം കൊള്ളാം, നന്നായിട്ടുണ്ട്. അല്ലേ, നമ്മൾ വിചാരിച്ചതിനെക്കാട്ടിലും നല്ലൊരു രീതി, വിചാരിച്ചതിനെക്കാട്ടിലും നല്ല സെറ്റപ്പാണ്. എന്തായാലും അമ്മയ്ക്ക് ഹാറ്റ്സ് ഓഫ്. അമ്മയാണ് ഈ ഒരു ഐഡിയ പറഞ്ഞത്. അപ്പം എന്തായാലും നന്നായിട്ടുണ്ട് സ്റ്റുഡിയോ സെറ്റ്. അപ്പം ഇന്ന് തൊട്ട് നമ്മൾ ഒരു പുതിയൊരു സെഗ്മെന്റ് ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അതായത് ഒരു കൈൻഡ് ഓഫ് പോഡ്കാസ്റ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ആ മൈക്കൊക്കെ വിചാരിക്കും എവിടെ എന്നൊക്കെ വിചാരിക്കും. പക്ഷെ അങ്ങനെയല്ല, നമ്മളൊരു എന്താ പറയുക, നമ്മുടെ മനസ്സിലുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്, അല്ലേ? അതെ. അപ്പം അത് ചിലപ്പം പലർക്കുമായിട്ട് അത് കണക്ട് ചെയ്യാം, ചിലർക്ക് അത് കണക്ട് ചെയ്യാവാതിരിക്കാം. അത് ഓരോരുത്തരുടെ പെർസ്പെക്റ്റീവ് അനുസരിച്ച്. ഇപ്പം എന്റെ ഒപ്പീനിയൻ ആയിരിക്കത്തില്ല അച്ഛൻ്റെ ഒപ്പീനിയൻ, അല്ലേ? അപ്പൊ അങ്ങനെ ഒരു നമ്മുടെ മനസ്സിലുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാനായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പൊ നമ്മുടെ പോഡ്കാസ്റ്റ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. സോ വെൽക്കം ടു ട്രൂ അൺപ്ലഗ്ഡ്. ലവ്, മൊഹബത്ത്, പ്യാർ, കാതൽ, സ്നേഹം. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ ഇന്നത്തെ ടോപ്പിക് എന്താണ്. ഇറ്റ്സ് ലവ്. ലവുമായിട്ട് ഇറങ്ങിയിരിക്കുകയാണല്ലേ? നല്ലൊരു ടോപ്പിക്കാണ്. അപ്പൊ ഒരു കാര്യം ചെയ്യും, എന്തായാലും മോളുടെ എന്തൊക്കെയാണ് ഷെയർ ചെയ്യാനുള്ളതെന്ന് ആദ്യം പറ. ലവിനെ പറ്റി എന്ന് കേക്കട്ടെ. എന്റെ ഒരു പെർസ്പെക്റ്റീവില് ലവ് എന്ന് വെച്ചാൽ വേർഡ്സിൽ കൂടെ മാത്രമല്ല എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. മീൻസ് ലവ് എന്ന് പറയുന്ന ഒരു ഫീലിംഗ് ആണ്, ഒരു ഇമോഷനാണ്. എന്താ പറയുക, നമുക്ക് അത് പലരോടും നമുക്ക് തോന്നാം. ചിലപ്പോൾ ഒരു സ്പെസിഫിക് പേഴ്സണോട് തോന്നാം. ഇപ്പൊ അച്ഛനോടും എനിക്ക് ഉണ്ട്, അമ്മയോടുണ്ട്, അതുപോലെ തന്നെ പേരൻസ്, ഫാമിലി, ഫ്രണ്ട്സ്, അതെല്ലാം പല പല കൈൻഡ് ഓഫ് ലവ് ആണ്. ഈ വേർഡ്സിൽ കൂടെ അല്ലാതെ ആക്ഷൻസിലൂടെ, അതായത് ഈ കെയർ കൊടുക്കുന്നത്, ഒന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നത്, നമുക്കൊരു വിഷമം വരുമ്പോൾ നമുക്ക് സംസാരിക്കാൻ പറ്റുന്നത്, അതൊക്കെ ഒരു കൈൻഡ് ഓഫ് ലവ് ആണ്. സോ ഒരു കെയറിങ്, ഒരു മ്യൂച്വൽ റെസ്പെക്ട്, ട്രസ്റ്റ്, ലോയൽറ്റി, ഇതൊക്കെയാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് ലവ് എന്ന് പറയുന്നത്. ഇത്രയും പറഞ്ഞതിന് ഒരു ചെറിയ ലവ് അച്ഛൻ്റെ കാഴ്ചപ്പാടിൽ എങ്ങനെയാണ്? എന്റെ കാഴ്ചപ്പാടിൽ നിങ്ങളുടെ കാഴ്ചപ്പാടിനെക്കാട്ടി കുറച്ചുകൂടെ പ്രായമുള്ള ഒരാളാണ് ഞാൻ. അതിൻ്റെതായ രീതിയിലുള്ള കാഴ്ചപ്പാടായിരിക്കും എനിക്ക് വരുന്നത്. സ്നേഹം എന്ന് പറയുന്നത് നമുക്ക് നിർവചിക്കുന്നത് തന്നെ, മീൻസ് അതിന്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് തന്നെ അത് ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് വരണം. ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് വരുന്നതാണ് ശരിക്കും യഥാർത്ഥ സ്നേഹമായിട്ട് പൊതുവെ അംഗീകരിക്കപ്പെട്ടിട്ടുള്ളത്. അല്ലാതെ വെറുതെ ഇങ്ങനെ കാണിച്ചുകൊണ്ടുള്ള ഒരു സ്നേഹം ഒരിക്കലും നിലനിൽക്കുകയല്ല. ഒരിക്കലും നിലനിൽക്കത്തില്ല. അതിന് ഒരു താൽക്കാലികമായ ഒരു ചില കാര്യങ്ങൾ മാത്രമേ കാണത്തുള്ളൂ. അതൊരിക്കലും മുമ്പോട്ട് പോകത്തില്ല. അതങ്ങനെ നിന്നു പോകത്തേ ഉള്ളൂ. അപ്പൊ നമ്മുടെ ലവിന് പല രീതിയിലുള്ള ലവാണ് ശരിക്കും ഉള്ളത്. ഓരോ പ്രായത്തിനനുസരിച്ച് ലവിന്റെ ഘടന മാറിക്കൊണ്ടേയിരിക്കും. ശരിയാ. ഒരു കുഞ്ഞിനോട് അമ്മയ്ക്കുള്ള സ്നേഹം, അതാണ് സ്റ്റാർട്ടിങ് ആയിട്ട് ലവിന് തുടങ്ങുന്നത്. നമ്മുടെ ലൈഫ് സ്റ്റാർട്ട് ചെയ്യുന്ന തന്നെ ആ ഒരു ലവില്ല. അപ്പൊ അതില് ആ ഒരു പിന്നെ നിർമ്മലമായ സ്നേഹം എന്ന് വെച്ചാൽ പ്യുവർ ലവ്, അതാണ് അവിടെ കാണുന്നത്. ആ ഒരു സ്നേഹത്തിലാണ് ആ കുഞ്ഞ് വളർന്നു തന്നെ വരുന്നത്. ആ സ്നേഹം കണ്ട് അതിങ്ങനെ വളർന്നു വരുന്നതിന്റെ ആ ഒരു, അത് കഴിയുമ്പോൾ പിന്നെ ഓരോ സ്റ്റേജ് മാറുന്നതനുസരിച്ച് ലവിന്റെ ഇതും മാറിക്കൊണ്ടേയിരിക്കും. ഇങ്ങനെ പല പല കാര്യങ്ങൾ അതിന്റെ കൂട്ടത്തില് നമുക്ക് നമ്മുടെ നിത്യജീവിതത്തിലുള്ള കാര്യങ്ങളെല്ലാം നമുക്കിങ്ങനെ കാണാൻ പറ്റും. അപ്പൊ അതനുസരിച്ച് ലവിന്റെ വ്യാപ്തിയും അതുപോലെ അതിന്റെ പിന്നെ സ്ട്രെങ്ത്തും കൂടുകയും കുറയുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കും. ഇതാണ് എന്റെ തുടക്കമായിട്ടുള്ള
പറയാനുള്ളത്. ഓ, അപ്പം ഈ ലവ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഞാൻ പറഞ്ഞല്ലോ, ഫസ്റ്റ് തന്നെ അച്ഛൻ പറഞ്ഞ പോലെ ഫസ്റ്റ് തന്നെ നമുക്ക് വരുന്ന ഒരു ലവാണ് നമ്മുടെ പേരൻസിനോടുള്ള ലവ്. അപ്പം അവിടെയാണ് ഒരു മനുഷ്യൻ എങ്ങനെ ഒരു മോൾഡായി വരുന്നു എന്നൊരു ഇതിരിക്കുന്നത് അല്ലേ. പേരൻസിന്റെ കുട്ടിയുടെ ഇടയിലുള്ള ബോണ്ട്, ആ ഒരു സ്നേഹമാണ് ആ കുട്ടി എങ്ങനെയായി മാറും എന്ന് ഒരു ആസ്പെക്ട് അതാണ് ആക്ച്വലി. അപ്പം അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് വരുന്നതാണ് നമ്മുടെ സ്കൂൾ ഡേയ്സും കാര്യങ്ങളൊക്കെ. അപ്പോഴാണ് നമുക്ക് ഫ്രണ്ട്സ് ക്രിയേറ്റ് ആവുന്നത്. അത് ചിലപ്പം ഷോർട്ട് ടേം അല്ലേ, നമ്മൾ സ്കൂൾ കഴിഞ്ഞിട്ട് ചിലപ്പം ബൈ ബൈ എന്ന് പറഞ്ഞിട്ട് പോകും. പക്ഷെ അങ്ങനെ അല്ലാതെ നമുക്ക് മനസ്സിനോട് എന്താ പറയുക, കണക്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ആൾക്കാർ കിട്ടും. അവരെന്ന് പറഞ്ഞാൽ നമ്മൾ ട്രഷർ ചെയ്ത് എപ്പോഴും വെക്കണം. അവരോടൊക്കെ നമുക്ക് അതും ഒരു കൈൻഡ് ഓഫ് ലവ് ആണ്. ഒരു എന്താ പറയാ അല്ലേ, ഫ്രണ്ട്സിനോട് തോന്നുന്നത് ഒരു കൈൻഡ് ഓഫ് ലവ് ആണ്. ഫ്രണ്ട്സിനോട് തോന്നുന്നത് ഒരു വേറെ ടൈപ്പ് ലവ് ആണ്. കാര്യം അത് പാരന്റ്സിനോട് തോന്നുന്നതിനുമായിട്ട് ഡിഫറെന്റ് ആയിട്ടുള്ള സാധനമാണ്. അത് ഫ്രണ്ട്സ് ചിലപ്പം എല്ലാ കാര്യങ്ങളും നമുക്ക് ചിലപ്പം ഈവൻ നമ്മുടെ പാരന്റ്സിനോട് പറയുന്നതിനെക്കാട്ടി കൂടുതൽ ചിലപ്പം നമുക്ക് ഓപ്പൺ മൈൻഡായിട്ട് സംസാരിക്കാൻ പറ്റുന്നത് ഫ്രണ്ട്സിനോടായിരിക്കും. അപ്പൊ അത് വേറൊരു കൈൻഡ് ഓഫ് ലവ് ആയിട്ടാണ് കാണുന്നത്. അത് പല ആസ്പെക്റ്റും അതിൻ്റെ അകത്ത് ഉണ്ട്. ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ഡെവലപ്പ് ചെയ്ത് വരുന്നതും ആ സ്നേഹം വരുന്നതും ഒക്കെ അങ്ങനെയാണ്. ആ ഒരു രീതിയിലോട്ടുള്ള വരവ് വരുന്നത് കാണുമ്പോഴേ നമുക്ക് മനസ്സിലാവും അത് എങ്ങനെയാണ് അത് പോകുന്നത്. അപ്പം നല്ലൊരു ഫ്രണ്ട് നമുക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര കാമായിരിക്കും, നമ്മൾ പീസ് ആയിരിക്കും. നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിഷമം ഉണ്ടെങ്കിൽ പറയാനൊക്കെ പറ്റുന്ന ഒരാളായിരിക്കും. അപ്പൊ അതൊരു കൈൻഡ് ഓഫ് ലവ്. പിന്നെ സിബ്ലിങ്സ് ഉണ്ടെങ്കിൽ അവരോടും ഒരു കൈൻഡ് ഓഫ് ലവ് ആണ് അല്ലേ. അത് ജീവിതം മാറുന്നതനുസരിച്ച് അത് ചിലപ്പോൾ മാറും, വരാം, അങ്ങനെയൊക്കെ ഇരിക്കും. അപ്പം എന്താ പറയാ, ഇപ്പം കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ചിലപ്പം അവർ തമ്മിലുള്ള ഇഷ്ടം വേറൊരു രീതിയിലായിരിക്കും. കല്യാണം കഴിച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ അവരുടെ ഇഷ്ടം വേറൊരു രീതിയിലായിരിക്കാം. എനിക്കിപ്പോൾ സിബ്ലിങ്സ് ഇല്ല, സോ ഞാൻ ഒറ്റ കുട്ടിയാണ്. അപ്പം എനിക്കങ്ങനെ സിബ്ലിങ് ലവ് എന്ന് പറയാനായിട്ട് എനിക്ക് പേഴ്സണലി അങ്ങനെ ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തിട്ടില്ല. പക്ഷെ അച്ഛനും 2 സിബ്ലിങ്സ് ഉണ്ട്, അമ്മയ്ക്കും സിബ്ലിംഗ് ഉണ്ട്. എനിക്ക് അതുകൊണ്ട് അതില്ലാത്തതുകൊണ്ട് എനിക്ക് അതിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് പറയാൻ അറിയത്തില്ല. അച്ഛനറിയാം. ഞങ്ങള് പിന്നെ 2 പേരുണ്ട് എനിക്ക് സഹോദരന്മാരായിട്ട്. നമ്മൾ ഈ പറയുന്നതെല്ലാം നമ്മുടെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ നമ്മുടെ മനസ്സിൽ നിന്നുള്ള കാര്യങ്ങളായിട്ടാണ് ഈ പറയുന്നത്. അപ്പൊ ഈ സഹോദരങ്ങൾ തമ്മിലുള്ള ഒരിതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൊച്ചിലെ കളിച്ച് വളർന്നതെന്ന് വെച്ചാൽ ഫ്രണ്ട്സിനെ പോലായി വരുന്നത്, വലിയ വ്യത്യാസമില്ലായിരുന്നു പ്രായത്തിൽ. അപ്പൊ അതുകൊണ്ട് ആ രീതിയിലൊക്കെ ഇങ്ങനെ കളിച്ചു വളർന്ന് ആ ഒരു സ്നേഹം എന്ന് പറഞ്ഞാൽ ഭയങ്കര തിക്ക് ആയിട്ടുള്ളൊരു പ്യുവർ ലവ് ആയിരുന്നു ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു. അതൊക്കെ ഇങ്ങനെ വളർന്ന് വന്നു വലിയ ആൾക്കാരൊക്കെ ആയതിനു ശേഷം പിന്നെ കല്യാണമൊക്കെ കഴിഞ്ഞ് ആ ഒരു ലെവല് വന്നപ്പോഴത്തേക്ക് പിന്നെ അതിൻ്റെ അകത്ത് ചേഞ്ച് വന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. എനിക്ക് മാത്രമല്ല, ഞാൻ പല ആൾക്കാരെയും കണ്ടിട്ടുള്ളതിലും അങ്ങനെ ആയിട്ടാണ് തോന്നിയിരിക്കുന്നത്. പക്ഷെ ഇല്ലാത്ത ആൾക്കാരും ഉണ്ട്, ഒരുപാട് പേരുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല, ഒരുപാട് പേരുണ്ട്. ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ അനുഭവത്തിനാണ് പറയുന്നത്. അപ്പൊ അതിന് വ്യത്യാസം ഏറ്റക്കുറച്ചിലുകൾ പല കാര്യങ്ങളുണ്ട് അതിൻ്റെ അകത്ത്, അതുണ്ടാവും. അപ്പൊ അതൊക്കെ ഇങ്ങനെ ഇതിന്റെ കൂടുതൽ ഉള്ളതാണ് ഈ ആ ഒരു ലവ് എന്ന് പറയുന്നത്. പിന്നെ ഉള്ള ലവ് എന്ന് പറയുന്നത് എന്താ പറയാ, നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ലവ് എന്ന് പറയുന്നത് സെൽഫ് ലവ് ആണ്. നമ്മളെ തന്നെ സ്നേഹിച്ചില്ല, നമ്മൾ ബാക്കിയുള്ളവർക്ക് എന്ത് കൊടുക്കാനാ? ഒന്നും കൊടുക്കാൻ പറ്റൂല അല്ലേ. അതെ, നമ്മൾ നമ്മളെ സ്നേഹിക്കണം, അതുപോലെ തന്നെ നമ്മുടെ ഫാമിലിയെ സ്നേഹിക്കണം. ഫാമിലിയെ സ്നേഹിക്കുന്ന ഒരാൾക്ക് സ്വന്തം ഒരു കൂട്ടുകാരെ സ്നേഹിക്കാൻ പറ്റത്തുള്ളൂ, രാജ്യത്തെ സ്നേഹിക്കാൻ പറ്റത്തുള്ളൂ. അത് ഒരു വലിയൊരു പ്രപഞ്ച സത്യമാണ്. അതുകൊണ്ട് ഫാമിലിയെ നല്ലപോലെ എല്ലാവരും സ്നേഹിക്കണം. അതെ. പിന്നെ അതുപോലെ തന്നെ സെൽഫ് ലവും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പൊ നമ്മള് ചിലവരുടെ ഒരു കാഴ്ചപ്പാടെന്ന് വെച്ചാൽ സെൽഫ് ലവ് ചെയ്യുന്നത് അത് ഭയങ്കര സെൽഫിഷ് ആയിട്ടുള്ള രീതിയാണ് എന്നൊക്കെ വിചാരിക്കുന്നവരുണ്ടാവും. പക്ഷെ അങ്ങനെയല്ല. നമ്മളെ തന്നെ സ്നേഹിച്ചില്ലെങ്കിൽ ബാക്കിയുള്ളവർക്ക് നമ്മളോട് സ്നേഹം ഉണ്ടാവത്തുമില്ല, നമുക്ക് തിരിച്ചു കൊടുക്കാനും ഒന്നും ഉണ്ടാകത്തില്ല. അപ്പം നമ്മളെ തന്നെ സ്നേഹിക്കുക, നമ്മളെ തന്നെ നന്നായിട്ട് വാല്യൂ ചെയ്യുക. അങ്ങനെയൊക്കെ ചെയ്താലേ നമുക്ക് ആരെങ്കിലോടൊക്കെ നമുക്ക് സ്നേഹം കാണിക്കാനും അതിനോടുള്ള ആക്ഷൻസ് ഒക്കെ ചെയ്യാനൊക്കെ പറ്റത്തുള്ളൂ. അപ്പൊ സെൽഫ് ലവ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. സെൽഫ് ലവും മാത്രമല്ല, സെൽഫ് റെസ്പെക്റ്റും വേണം. രണ്ടും ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ അതിന്റെ ഇത് മുമ്പോട്ട് പോകത്തുള്ളൂ. അപ്പൊ അത് എല്ലാരും ശ്രദ്ധിക്കുന്ന കാര്യമാണ്, പ്രത്യേകിച്ച് പറയേണ്ട കാര്യമല്ല. സ്വന്തമായിട്ട് സ്നേഹം വേണം, പക്ഷെ അത് സെൽഫിഷ്നെസ് ആകാൻ പാടില്ല. അത് രണ്ടും എല്ലാത്തിനും ഒരു ലിമിറ്റ് ഉണ്ട്, എല്ലാത്തിനും ഒരു മീറ്റർ ഉണ്ട്.
അപ്പൊ അതനുസരിച്ചിട്ടാണ് നമ്മൾ മുമ്പോട്ട് വരുന്നത്. അപ്പം സെൽഫ് ലവ് എന്ന് പറയുമ്പോൾ സെൽഫ് ലവ് കൂടിപ്പോയാലും പ്രശ്നമാണ്, അതില്ലെങ്കിലും പ്രശ്നം. ഇല്ലെങ്കിൽ നമ്മൾ നമ്മുടെ സ്വന്തമായിട്ടുള്ള വേർത്ത് ആണ് നഷ്ടപ്പെടുത്തുന്നത്. നമ്മളെ തന്നെ റെസ്പെക്ട് ചെയ്യുന്നില്ല, നമ്മളെ തന്നെ വാല്യൂ ചെയ്യുന്നില്ലെങ്കിൽ ബാക്കിയുള്ളവർ നമ്മളെ വാല്യൂ ചെയ്യത്തില്ല. അപ്പം നമ്മളെ തന്നെ നന്നായിട്ട് ചിയർ ചെയ്ത് എന്താ പറയാ, നമ്മളെ തന്നെ ഇഷ്ടപ്പെട്ട് ജീവിക്കുവാണെങ്കിൽ ലൈഫ് ഭയങ്കര അടിപൊളിയായിരിക്കും. നമ്മൾ ഈ വെളിയിലോട്ട് ഇറങ്ങി ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യുന്ന തന്നെ ഒരു സ്നേഹത്തിന്റെ പുറത്താണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മൾ ആ ഒരു സ്നേഹം നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ ആ ഓട്ടോമാറ്റിക് ആയിട്ട് ആ ദിവസം ഒരു നല്ലൊരു ദിവസമായിട്ട് മാറും. വെളിയിലോട്ട് ഇറങ്ങുമ്പോൾ തന്നെ യാത്രക്കാരെ നമ്മളെ മീൻസ് ആൾക്കാർ ഒരുപാട് പേരെ കാണും. നമ്മളെ മനസ്സിലൊരു സ്നേഹം അവരോട് തോന്നിയാൽ ഇപ്പം വഴിയിൽ എന്തെങ്കിലും ഒരു തെറ്റ് കണ്ടാൽ പോലും നമുക്കത് ക്ഷമിക്കാൻ തോന്നും. അതേസമയം ഒരു വലിയ വൈരാഗ്യ ബുദ്ധിയോടെ നമ്മൾ ഇറങ്ങുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാത്തിനും അത് അഫക്ട് ചെയ്യുന്നതായിട്ട് നമുക്ക് തോന്നും, നെഗറ്റീവ് ആയിരിക്കും. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഒരു സ്നേഹം എന്ന് പറഞ്ഞ സാധനം മനസ്സിൽ വെച്ചിട്ട് നടക്കാം. പിന്നെ ചില സമയങ്ങളിൽ ചില ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്ക് മനുഷ്യനാവുന്നതുകൊണ്ട് പറയാൻ പറ്റുകയില്ല, അത് എങ്ങനെ വേണമെങ്കിലും ആകാം, അത് പറഞ്ഞിട്ട് കാര്യമില്ല. എന്നാലും മാക്സിമം നമുക്ക് സ്നേഹം എന്നുള്ള രീതിയിൽ കൊണ്ട് മാത്രം മുമ്പോട്ട് ഇറങ്ങിയാൽ എല്ലാം ഓക്കെ ആയിരിക്കും. അപ്പൊ വഴി പോകുമ്പോൾ ഒരാൾ അറിയാതെ കാര്യം ചവിട്ടി ക്ഷമിച്ചേക്കുക, അവിടെ ഒരു സ്നേഹം കാണിക്കുക, അത് നമുക്ക് അത് പ്രശ്നമായിട്ട് മാറുകയാണ്. ഇങ്ങനെ പല സ്ഥലത്തും പല രീതിയിൽ ചവിട്ടുന്ന സമയത്ത് നമുക്ക് ദേഷ്യം തോന്നിയേക്കാം, മനുഷ്യരല്ലേ തോന്നാം. പക്ഷെ അത് പെട്ടെന്ന് തന്നെ നമുക്കത് ഫൊഗീവ് ചെയ്ത് കൊടുക്കുക, എന്നാലല്ലേ നമുക്ക് ലൈഫ് മുമ്പോട്ട് നല്ല ഹാപ്പി ആയിട്ട് ജീവിക്കാൻ പറ്റും. ഇപ്പം സ്ട്രേഞ്ചേഴ്സിനോട് തോന്നുന്നത് ഒരു കൈൻഡ് ഓഫ് ലവ് ആണ്. ഇപ്പം നമ്മൾ ഒരാളെ വഴി വെച്ച് കാണുന്നു, അപ്പൊ അയാൾ നമ്മളെ നോക്കി ചിരിക്കുമ്പോൾ നമ്മൾ തിരിച്ചു നോക്കി ചിരിക്കുക. നമുക്കൊന്നും നഷ്ടപ്പെടാനില്ലല്ലോ, നമുക്കൊന്നും ചിരിച്ചാൽ പോരെ, അല്ലേ? ഏറ്റവും കൂടുതൽ സന്തോഷമുള്ളത് ഫിൻലാൻഡിലുള്ള ആൾക്കാരാന്ന് പറയും. കാര്യം വെച്ചാൽ അവര് നേരെ വരുന്ന ആരെ കണ്ടാലും ചിരിക്കുക, ഹലോ പറയും. അപ്പൊ എന്ത് പറ്റും, അവിടെ ഒരു ലവ് ആണ് ഉണ്ടാവുന്നത്, സ്നേഹം അവര് തമ്മിൽ കാണിക്കുന്നുണ്ട്. അങ്ങനെ ഒരു നാടാണ് ഫിൻലാൻഡ് എന്ന് പറയുന്നത്. അങ്ങനെ ലോകത്തിലെ ഏറ്റവും സ്നേഹവും ഈ പറഞ്ഞ കണക്ക് ലവിൽ ഏറ്റവും പ്രധാന സാധനമാണ് 2-3 ആസ്പെക്ട്സ് ഉണ്ട്. അതെന്തൊക്കെയാന്ന് പറ. എന്റെ ഒരു രീതി വെച്ചിട്ട് നോക്കുവാണെങ്കിൽ റെസ്പെക്ട്, ലോയൽറ്റി, ടൈം, പിന്നെ അണ്ടർസ്റ്റാൻഡിങ്, ഇതൊക്കെയാണ് കുറച്ച് കെയറിങ്. ഇതൊക്കെ തന്നെയാണ് ഒരു പ്രയോറിറ്റി കൊടുക്കുക. എനിക്ക് അതാണ് ഒരു കാര്യം, പ്രയോറിറ്റി കൊടുക്കുക, പ്രയോറിറ്റൈസ് ചെയ്യുക. ആരാണോ നമുക്ക് ഇഷ്ടമുള്ളതെന്ന് വെച്ചാൽ ഇപ്പൊ ഫാമിലി ഒരു പ്രയോറിറ്റൈസ് ചെയ്ത് കൊടുക്കുക, നമ്മുടെ ആ സ്പെസിഫിക് പേഴ്സണെ പ്രയോറിറ്റൈസ് ചെയ്ത് കൊടുക്കുക, എല്ലാവരെയും ഒരു പ്രയോറിറ്റി കൊടുക്കുക. അപ്പോഴത്തേക്കും നമുക്ക് ഈ പറഞ്ഞ എല്ലാ കാര്യവും വരും. കെയറിങ്ങും അതുപോലെ കൺസിഡറേഷൻ ഈ പറഞ്ഞ പിന്നെ പ്രയോറിറ്റിയുടെ വേറൊരു വകഭേദമാണ്. അത് കൺസിഡറേഷൻ. അയാളെ പറയുന്ന ഒരു കാര്യങ്ങൾ കേൾക്കുമ്പോൾ തന്നെ അയാൾക്ക് നമ്മളോടൊരു പ്രത്യേക താല്പര്യം, അതൊക്കെ ഇന്ന് പറയുന്നത് നമ്മളൊരു ലിസണറും കൂടെ ആയിരിക്കും. നമ്മളൊരു ലിസണറും കൂടെ ആയി കഴിയുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് അവർക്ക് നമ്മളോട് സ്നേഹം തോന്നും. അത് ഒരു കാര്യം പറയാൻ വരുമ്പോഴത്തേക്കും മൈൻഡ് ചെയ്യാതിരിക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പറഞ്ഞിട്ട് കാര്യമില്ല, അത് ഓട്ടോമാറ്റിക്കായിട്ട് അവരുടെ മനസ്സിൽ ദേഷ്യമുള്ള ഒരു ഇതിലോട്ട് മാറി കിട്ടും. അപ്പൊ നമ്മൾ മാക്സിമം ആൾക്കാരെ ശ്രദ്ധിക്കുക, അവർ പറയുന്ന കേൾക്കാൻ ശ്രമിക്കുക. അപ്പം അവിടെ ഒരു സ്നേഹം ഉണ്ടായി വരുന്നതാണ്. ഇപ്പോഴും നമ്മൾ ലിസൺ ചെയ്യുക, നല്ലൊരു ലിസണർ ആയിരുന്നാലേ നമുക്ക് എല്ലാത്തിനും ഒരു നല്ലൊരു രീതി വരത്തുള്ളൂ. കാരണം മറ്റുള്ളവർ പറയുന്നത് നമ്മൾ കേട്ടില്ലെങ്കിൽ നമ്മൾ പറയുന്നത് കേൾക്കാൻ ആരും കാണത്തില്ല. അതുകൊണ്ട് ബാക്കിയുള്ളവർ പറയുന്നത് നമ്മൾ കേട്ടാൽ മാത്രം പോരാ, ചുമ്മാ ഇരുന്ന് കേൾക്കാൻ എല്ലാവർക്കും പറ്റും. അത് മനസ്സിലാക്കുക, കുറച്ച് എമ്പത്തി ഉണ്ടാവുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് നല്ലൊരു ഇതിൽ മുമ്പോട്ട് പോകാൻ പറ്റത്തുള്ളൂ. ഈ സ്നേഹത്തിന്റെ ഏറ്റവും ഒരു മെയിൻ കാര്യമായിട്ട് വെച്ചിരിക്കുന്നത് അതിന്റെ ഒരു സ്നേഹം തന്നെ ഒരു പ്രണയം റിലേറ്റഡ് ടു ലവ് ആണ്. അത് ഒരു വേറൊരു കൈൻഡ് ഓഫ് ലവ് ആണ് പ്രണയം എന്ന് പറയുന്നത്, റൊമാൻറ്റിക്. അത് ഓരോ പ്രായത്തില് അത് ശരിക്കും പ്രണയമായിട്ട് തന്നെ വരണം. അല്ലെ പിന്നെ വയസ്സാകാലത്തിൽ ആലോചിച്ച് അയ്യോ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ എന്ന് മാത്രമേ ചിന്തിക്കാൻ പറ്റത്തുള്ളൂ, അല്ലാതെ വേറെ ഒന്നും ഒരു കാര്യമില്ല. നമുക്കൊരു പ്രണയം ഉണ്ടാവും, കുറച്ചും കൂടെ വലുതാ ടീനേജ് ആകുമ്പോഴത്തേക്കും ചിലപ്പോ ഉണ്ടാവും. അതൊക്കെ ഓരോ ടൈപ്പ് പ്രണയമാണ്. അപ്പം എന്തെങ്കിലും പറയാനുണ്ടോ? എന്റെ പ്രണയം പറഞ്ഞ് ഞാൻ എന്റെ കുടുംബജീവിതം അമ്മയാണ് വീഡിയോ എടുക്കുന്നത്, അതാണ് നോക്കിയിരിക്കുക. ഞാൻ തുറന്നു പറയുന്നതിന് കുഴപ്പമൊന്നുമില്ല, നമ്മള് എല്ലാവരും മനുഷ്യന്മാരാ, പ്രണയിക്കാത്ത ആരുമില്ല, എല്ലാരും പ്രണയിക്കും. പ്രണയം എന്ന് പറഞ്ഞത് പറഞ്ഞിട്ടുമുണ്ട് കാര്യങ്ങൾ. സ്കൂളിന്റെ സമയത്ത് ഒരു കൊച്ചിനോട് ഭയങ്കര സ്നേഹമായിരുന്നു,
സ്നേഹത്തിൽ എനിക്ക് അങ്ങോട്ട് ആ. അത് മൈൻഡ് ചെയ്യത്ത് പോലും ഇല്ലായിരുന്നു. അത് കഴിഞ്ഞ് അതങ്ങ് പോയി. പിന്നെ കോളേജിൽ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. കോളേജിൽ ഇങ്ങനെ എല്ലാരെയും കാണുമ്പോഴും വെറുതെ എല്ലാത്തിനും ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ആ ഒരു സ്റ്റൈലുള്ള അങ്ങനെ വെറുതെ അങ്ങനെ ഉണ്ടായിരുന്നു. ക്രഷ് അത് തന്നെ നിങ്ങളുടെ ഭാഷയിൽ ക്രഷ് അങ്ങനെ കുറെയൊക്കെ ഉണ്ടായിരുന്നു. കുറച്ചുകൂടെ വലുതായി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇഷ്ടപ്പെട്ട 1-2 പേരുണ്ടായിരുന്നു. പക്ഷെ തിരിച്ചിങ്ങോട്ട് അതുണ്ടായിരുന്നു എനിക്കറിയത്തില്ല. അതുകൊണ്ട് അതെല്ലാം ചീറ്റിപ്പോയി. അതുകൊണ്ട് അങ്ങനെ ഒരു വലിയ ഡീപ്പ് ഇതിൻ്റെ അകത്തോട്ടൊന്നും കാര്യമായിട്ടൊന്നും അങ്ങനെ പോയിട്ടില്ല. അതെല്ലാം ഒരു ലെവലിൽ വന്നങ്ങനെ നിന്നതേ ഉള്ളൂ. എന്നാലും ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ അതൊന്നും നടന്നില്ല. അങ്ങനത്തെ ഒരു കണ്ടീഷൻ ആയിരുന്നു. അതെ, നമ്മ എല്ലാവർക്കും അങ്ങനെ ട്രൂ ലവ് കിട്ടണമെന്ന് എപ്പോ കിട്ടൂന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ട്രൂ ലവ് ഇല്ലെന്നല്ല പറയുന്നത്, ഉണ്ട്, ഉറപ്പായിട്ടും ട്രൂ ലവ് ഉണ്ട്. പക്ഷെ ട്രൂ ലവ് എപ്പോഴാണ് കിട്ടുന്നത് എന്ന് നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല, അല്ലേ? അതെ, അത് പറയാൻ പറ്റത്തില്ല. നമ്മളിങ്ങനെ വിചാരിക്കും, ഓ ഇതാണ് ആള്, ഇതന്നെ ആള് വിചാരിച്ചിരിക്കുമ്പോഴായിരിക്കും അയാളുടെ മറ്റൊരു മുഖം കാണുന്നത്. ഇതല്ലേ? അതുപോലെ ലവ് ബിഫോർ മാരേജും ലവ് ആഫ്റ്റർ മാരേജും അതും ഒരു വലിയൊരു സംഭവം. അതിൽ ഞാൻ പറയേണ്ട ആളല്ല, എനിക്കൊന്നും അറിയത്തില്ല. അത് ലവ് നമ്മളിപ്പം ഒരു സ്നേഹിക്കുന്ന സമയത്ത് പൊതുവെ എന്താ സംഭവിക്കുന്നത്, അവരുടെ നല്ല ഗുണങ്ങൾ മാത്രമേ നമ്മൾ ശ്രദ്ധിക്കാറുള്ളൂ. ഇപ്പം കാമുകിയാണെങ്കിൽ കാമുകിയുടെ നല്ല ഗുണങ്ങൾ മാത്രം. അപ്പം അതിനെ വാഴ്ത്തിക്കൊണ്ടിരിക്കും, അതിനെ ആരാധിച്ചുകൊണ്ടിരിക്കും. അപ്പൊ അതുകൊണ്ട് അവരെല്ലാം പെർഫെക്റ്റ് ആയിരിക്കും. നമ്മള് കല്യാണം കഴിഞ്ഞ് ജീവിത പ്രാരാബ്ദങ്ങൾ അല്ലെങ്കിൽ ജീവിതത്തിന്റെ ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ ആ ഒരു സാഹചര്യങ്ങളായിട്ട് വരുമ്പോഴാണ് തനി സ്വഭാവം വെളിയിലോട്ട് വരുന്നത് എല്ലാവരുടെയും. ആണിന്റെ ആണെങ്കിലും പെണ്ണിന്റെ ആണെങ്കിലും അപ്പോഴാണ് കറക്റ്റ് മനസ്സിലാവുന്നത്, അയ്യോ ഇത് ഇങ്ങനെയൊക്കെ ഉണ്ടെന്ന്. അപ്പൊ എന്ത് വേണം? അഡ്ജസ്റ്റ്മെന്റ്. ലൈഫ് ഇറ്റ് സെൽഫ് ആൻഡ് അഡ്ജസ്റ്റ്മെന്റ് അല്ല, എനിക്ക് അതിലോട്ട് അങ്ങനെ യോജിപ്പില്ല. മീൻസ് അഡ്ജസ്റ്റ്മെന്റ് അല്ല, മനസ്സിലാക്കി ജീവിക്കും. മീൻസ് എന്താ പറയാ, മറ്റൊരാൾക്ക് എന്താണ് അവരുടെ ലൈഫ്, അതിന് കറക്റ്റ് അഡ്ജസ്റ്റ്മെന്റ് എന്നുള്ള വേർഡ് യൂസ് ചെയ്യാൻ പറ്റുന്നത്. മീൻസ് ഇപ്പൊ അഡ്ജസ്റ്റ്മെന്റ് എന്ന് വെച്ചാല് എന്താ പറയാ, അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇപ്പം എനിക്ക് ഒരു 2-3 കൂട്ടാൻ വേണ്ടി ഒരാളാണെങ്കിൽ വൈഫിന് അധികം ഉണ്ടാക്കാൻ 2 കൂട്ടാനേ പറ്റത്തുള്ളൂ. ഞാനത് ഓക്കെ മതി, 2 കൂട്ടാൻ മതി. അത് കൺസിഡറേഷൻ. അങ്ങനെ ചെയ്യാം. അല്ലാതെ ചിലവരുണ്ട് അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞിട്ട് ഇപ്പം എന്തെങ്കിലും ഒരു ഒപ്പീനിയൻ പറയാനുണ്ട്, അവിടെ വഴക്കുണ്ടാണ്ടെന്ന് വെച്ചിട്ട് അവർ അഡ്ജസ്റ്റ് ചെയ്യും. ഓ വേണ്ട, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഈ കറിയുടെ കാര്യം ഇപ്പൊ പറഞ്ഞെന്ന് വെച്ചോ, ഇപ്പൊ അവർക്ക് ഭർത്താവിന് കൊടുത്തപ്പോഴത്തേക്കും ഭാര്യക്കില്ല. എന്നാ പിന്നെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്യും, എനിക്ക് വേണ്ട, നിങ്ങൾ കഴിച്ചോ. അത് അങ്ങനൊന്നും പറ്റത്തില്ല. അതൊന്നും അത്ര അഡ്ജസ്റ്റ് ഒന്നും ചെയ്യരുത്. അങ്ങനല്ല, അതെന്ന് വെച്ചാൽ നമുക്ക് അത് എന്താണ് അത് ഈക്വലായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കാം. ഞാൻ പറഞ്ഞത് ഇങ്ങനത്തെ ഇതാണെങ്കിൽ ഓക്കെ. പക്ഷെ അല്ലാതെ നമ്മൾ വേറൊരു രീതിയിൽ അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ അത് 1 സൈഡഡ് ആയി മാത്രമേ ഇരിക്കത്തുള്ളൂ. അത് ഒരിക്കലും 2 സൈഡ്, രണ്ടുപേരും ഈക്വൽ ആയിട്ട് അത് ഒരിക്കലും നിൽക്കത്തില്ല. നമ്മൾ മാത്രം ഒരു സൈഡിൽ നിന്ന് മാത്രം അഡ്ജസ്റ്റ്മെന്റ് ചെയ്തുകൊണ്ട് പോയാൽ അത് ശരിയാകത്തില്ല. നമ്മളിപ്പം ഇപ്പോഴത്തെ ഞങ്ങളുടെയൊക്കെ ഈ പ്രായത്തിലൊക്കെ അമ്മയും അച്ഛനും ഒക്കെ എത്രയോ 40 കൊല്ലം ഒന്നിച്ച് ജീവിച്ചു. നമ്മൾ പത്രം എടുത്താൽ കാണാം 50-ാം വിവാഹ വാർഷികം. യൂറോപ്പിലുള്ള എൻ്റെ ഫ്രണ്ട്സൊക്കെ ചോദിക്കുന്നത് ഇതെങ്ങനെ നടക്കുന്നെന്നായിരിക്കും. അവർക്കൊന്നും കേട്ട് കേൾവി പോലും ഇല്ലാത്ത സംഭവമാണ് ഇത്രയും നാളത്തെ. അതൊക്കെ വളരെ അപൂർവ രാജ്യങ്ങളിൽ. ഇപ്പം നമ്മുടെ ഇവിടെ ആ ട്രെൻഡ് തുടങ്ങിയിരിക്കുകയാണ്. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് ഡിവോഴ്സ് എന്നുള്ള രീതിയിൽ. അപ്പൊ എന്താ അവിടെ ട്രൂ ലവ് അവിടെ ഇല്ല. ട്രൂ ലവ് ഇല്ലാത്തതിന്റെയാണ്. പിന്നെ സാഹചര്യങ്ങൾ പലതുണ്ടാവും. അത് ഓരോ കേസിലും ഓരോ രീതിയിലായിരിക്കും. നമുക്കത് മനസ്സിലാക്കാൻ പറ്റില്ല. എന്തെങ്കിലും ഒരു മിച്ചം ഉണ്ടെങ്കിൽ അതിന് ഒരു എന്താ പറയാ, അവർക്കിടയിൽ എന്തെങ്കിലും ഒരു നല്ലൊരു കാര്യം മിച്ചം ഉണ്ടെങ്കിൽ അതിനകത്ത് ഒരു എഫേർട്ട് ഇടുന്നില്ലേ. എഫേർട്ടിലും കുറെ കാര്യങ്ങളുണ്ട്. ഇപ്പൊ നമ്മളൊരു ചെടി വളർത്തുകയാണ്. അപ്പം ഒരു പ്ലാന്റിനെ നമ്മൾ എങ്ങനെ വളർത്തുന്നത്, അതിന് വെള്ളമൊക്കെ കൊടുത്ത് വളമൊക്കെ ഇട്ട് അങ്ങനെ ഭയങ്കര കെയറിലൂടെ വളർത്തിയാലേ അത് വളരത്തുള്ളൂ. അതുപോലെ തന്നെയാണ് സ്നേഹത്തിലും. നമ്മളും കുറെ എഫേർട്ട് ഇടണം. അല്ല ചുമ്മാ ഇഷ്ടമെന്ന് പറഞ്ഞിട്ട് പിറ്റേ ദിവസം തൊട്ട് ഞാൻ എന്റെ പണി നോക്കി പോവാന്ന് പറഞ്ഞിട്ട് ഇരുന്നിട്ട് കാര്യമില്ല. നമ്മളും നമ്മുടെ എഫേർട്ട്സും കാര്യങ്ങളും ഇട്ട് നമ്മുടെ ടൈം എന്ന് പറയുന്ന ഒരു റിലേഷനിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, അല്ലെ? രണ്ടുപേരും തമ്മിലുള്ള ഒരു ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യുക, എഫേർട്സ് ഇടുക. അങ്ങനെയൊക്കെ വന്നാലല്ലേ ആ ഒരു ഇത് മുമ്പോട്ട് പോകത്തുള്ളൂ. മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള മ്യൂച്വൽ റെസ്പെക്ട് എല്ലാം കൂടെ ഉണ്ടെങ്കിൽ ഒരു ഇത് നടക്കത്തുള്ളൂ. ഒരു റൊമാൻറ്റിക് ലൈഫ് മുമ്പോട്ട് വരത്തുള്ളൂ.
പിന്നെ അല്ലെങ്കിൽ പിന്നെ അത് ഡിവോഴ്സിലോട്ട് അങ്ങനെ. അതുകൊണ്ടാണ് ഇപ്പൊ കൂടുതലും ഡിവോഴ്സിലേക്ക് വരുന്നത്. ഇപ്പൊ എല്ലാരും സ്വന്തമായിട്ട് അധ്വാനിക്കാൻ തുടങ്ങി, സ്വന്തമായിട്ട് സമ്പാദിക്കാൻ തുടങ്ങി. അപ്പം അവരുടെ സ്നേഹം കൂടുതൽ അതിനകത്തോട്ടാ. ചിലവര് സ്വന്തമായിട്ട് സമ്പാദിക്കുക അങ്ങനല്ല, ചിലവര് അങ്ങനെ കുറച്ച് വർക്കഹോളിക് ആയിരിക്കാം. പക്ഷെ അതെല്ലാം നമുക്ക് ബാലൻസ് ചെയ്ത് മുമ്പോട്ട് പോകണം അല്ലേ. നമ്മുടെ ലൈഫ് എന്ന് പറയുമ്പോൾ എല്ലാം നമുക്ക് വേണം. വർക്ക് വേണം, ഫാമിലി വേണം, നമ്മുടെ ആ ഒരു സ്പെസിഫിക് പേഴ്സൺ അയാൾ വേണം, എല്ലാവരും വേണം. അപ്പൊ എല്ലാം നമ്മൾ നന്നായിട്ട് ബാലൻസ് ചെയ്ത് മുമ്പോട്ട് കൊണ്ടുപോകാം. ഒരു സന്തോഷകരമായ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ കാര്യങ്ങളെല്ലാം ബാലൻസ് ചെയ്ത് പോയാൽ മാത്രമേ ഒരു ലൈഫ് ഇപ്പോഴത്തെ കാലത്ത് മുമ്പോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അത്രേ ഉള്ളൂ. അതിനെല്ലാ കാര്യങ്ങളും എല്ലാവരും ശ്രദ്ധിക്കണം. ഇപ്പൊ തന്നെ ഈ പുതിയ 2025 തുടങ്ങിയപ്പോൾ തന്നെ ഒരു ആശ്വാസകരമായ വാർത്ത എന്ന് പറഞ്ഞാൽ ഗാസയിൽ വെടിനിർത്തല്. അവിടെ ഒരു സ്നേഹം ഉടലെടുത്തിരിക്കുകയാണ്. അത് ഒരു വലിയൊരു കാര്യമാണ്. ഇപ്പം പുതിയ അത്രയും കുഞ്ഞുങ്ങളുടെ ഇതും എല്ലാം സ്നേഹത്തിനുള്ള ഒരു കൂട്ടായ്മയാണ് ഇപ്പൊ അവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതങ്ങനെ മുമ്പോട്ട് പോകട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം, ആശംസിക്കാം എല്ലാ കാര്യങ്ങൾക്കും. പിന്നെ നമ്മളിപ്പോ പറഞ്ഞല്ലോ, പ്രണയിച്ചോണ്ടിരിക്കുമ്പോ എല്ലാം നല്ല സൈഡ് മാത്രമേ കാണത്തുള്ളൂ, അങ്ങനെ ഉണ്ടല്ലോ. ഇപ്പം നമ്മൾ ഒരാളോട് ഇഷ്ടപ്പെട്ടു, അയാളുമായിട്ടുള്ളൊരു 1 ഇയർ എന്ന് പറയുന്നത് ഒരു ഹണിമൂൺ പീരീഡ് എന്നാണ് പറയുന്നത്. അതായത് ആ സമയത്ത് അയാളുടെ എല്ലാ നല്ല വശങ്ങളും മാത്രമേ നമ്മൾ കാണത്തുള്ളൂ. എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ ബ്രെയിൻ അങ്ങനെയാണ് ഡിസൈൻ ചെയ്തേക്കുന്നത്. ഇപ്പം അതിനൊരു സയന്റിഫിക് വേർഷൻ ഞാൻ പറയുവാണെങ്കിൽ കുറെ ഹോർമോൺസും ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സും റിലീസ് ആകുമ്പോഴാണ് നമുക്ക് ഈ പ്രേമം തോന്നുന്നത്. അപ്പം ഫോർ എക്സാമ്പിൾ ഓക്സിറ്റോസിൻ. ഞാനൊരു സയൻസ് സ്റ്റുഡന്റ് ആണ്, പിന്നെ സൈക്കോളജി സ്റ്റുഡന്റ് ആണ്, അപ്പൊ ഞാൻ ഇതെല്ലാം പഠിക്കും. നല്ല കാര്യം. അപ്പം ഓക്സിറ്റോസിൻ എന്ന് പറഞ്ഞിട്ട് ഒരു ഹോർമോൺ ആണ്, ലവ് ഹോർമോൺ എന്ന് പറയുന്നത്. ഓക്സിറ്റോസിൻ, പിന്നെ ഡോപ്പമിൻ എന്ന് പറയുന്നത് ഹാപ്പി ഹോർമോൺസ് ആണ്. ഈ ഡോപ്പമിനും ഓക്സിറ്റോസിനും പിന്നെ സെറട്ടോണിൻ, നോറെപ്പിനെഫ്രിൻ, ഇങ്ങനെയൊക്കെയുള്ള ഹോർമോൺസിന്റെ ഒക്കെ എഫക്റ്റ് കൊണ്ടാണ് നമുക്ക് ഒരാളെ കാണുമ്പോൾ നമുക്കിങ്ങനെ ഫീൽ ചെയ്യുന്നത്, ഒരു ലവ് ഫീൽ ചെയ്യുന്നത് അതുകൊണ്ടാണ്. അപ്പം ആ ഒരു ടൈമിൽ ഈ ഡോപ്പമിന്റെ റിലീസ് കൂടുതലായിരിക്കും. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഈ ആദ്യം അയാളെ കാണുമ്പോൾ ഉള്ള എല്ലാ ഡീറ്റെയിൽസും ഓർമ്മ വയ്ക്കും. ഈ ഡോപ്പമിന്റെ എഫക്റ്റ് ആണത്. ഈ നമ്മൾ ആദ്യം ഒരാളെ നമുക്ക് ഇഷ്ടമാണെങ്കിൽ ആ ഒരു വർഷം നടന്ന കാര്യങ്ങളെല്ലാം ഓർത്തിരിക്കും. അയാളെ കണ്ടതും സംസാരിച്ചതും, എവിടെ നിന്നാ സംസാരിച്ചത്, എന്ത് ഷർട്ടാ ഇട്ടത്, അങ്ങനെ എല്ലാം ഓർത്തിരിക്കും. അപ്പൊ അതൊക്കെ ആ ഒരു ടൈമിലെ കാര്യങ്ങളാണ്. പിന്നീടാണ് കറക്റ്റ് ആ ഡോപ്പമിന്റെ എഫക്റ്റ് എന്ന് അറിയാമല്ലോ, നമുക്ക് എന്ത് സാധനവും കൂടുതൽ വന്നാൽ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അതിന്റെ എഫക്റ്റ് നിൽക്കും. അപ്പം അതിന്റെ എഫക്റ്റ് കുറഞ്ഞു വരുമ്പോഴാണ് നമ്മൾ അയാളുടെ ഫ്ലോസ് എല്ലാം കണ്ടുപിടിക്കാൻ അയാൾക്കുണ്ട് ഓൾറെഡി. പക്ഷെ നമ്മൾ കാണുന്നത് അപ്പോഴാണുള്ളൂ. അയാൾ ചിലപ്പോ അത് നേരത്തെ എക്സിബിറ്റ് ചെയ്യുന്നുണ്ടാവാം, പക്ഷെ നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. നമ്മുടെ ബ്രെയിൻ അങ്ങനെ നമ്മളെ ട്രിക്ക് ചെയ്ത് വെച്ചേക്കും, ശ്രദ്ധിക്കരുതെന്ന് പറഞ്ഞ രീതിയിൽ. അപ്പൊ നമ്മൾ അപ്പോഴായിരിക്കും ശ്രദ്ധിച്ചു തുടങ്ങുന്നത്. അപ്പോഴാണ് നമ്മൾ ഇയാളല്ലല്ലോ ഞാൻ സ്നേഹിച്ചത് എന്ന് വിചാരിക്കും. അപ്പോഴാണ് മനസ്സിലായി ഇത് ഇയാള് കൊള്ളാലോ, ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ. അത് തോന്നാത്ത ആരെങ്കിലും ഉണ്ടെന്ന് എനിക്ക് സംശയം. അത് തോന്നും എന്തായാലും, കാരണം അപ്പോഴേ കറക്റ്റായിട്ട് അയാൾക്ക് എന്തൊക്കെ ഫ്ലോസ് ഉണ്ടെന്ന് നമ്മൾ കണ്ടുപിടിക്കത്തുള്ളൂ. പിന്നെ അതും കഴിഞ്ഞ് ആ ഒരു പീരീഡും നമ്മൾ താണ്ടി പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു മ്യൂച്വൽ ആയിട്ടുള്ള ഒരു കാര്യം ഉണ്ടെങ്കിൽ മാത്രമേ മുമ്പോട്ട് പോകത്തുള്ളൂ. എല്ലാരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പറഞ്ഞത് മുഴുവൻ. ആ ഫസ്റ്റ് ഇയറിൽ ഒരു 1.5 ഇയേഴ്സിനുള്ളിൽ നിങ്ങൾ ഒരു ഡിസിഷൻ എടുക്കരുത്. ഇപ്പൊ ഇന്നതാണ്, ഇയാളാണ് എന്റെ ആള്, ഇയാളെ തന്നെ ഞാൻ കല്യാണം കഴിക്കത്തുള്ളൂ എന്ന് ആ ഒരു ടൈം പീരീഡിൽ എടുക്കരുത് അല്ലേ. ആ ടൈം പീരീഡിൽ നമ്മൾ എടുക്കാൻ പാടില്ല. കുറച്ച് വെയിറ്റ് ചെയ്യുക, മനസ്സിലാക്കുക. ഇത്രയും ഈ ഹണിമൂൺ പീരീഡിൽ നമ്മൾ കോട്ട് ചെയ്ത് പറയൂല, ആ പീരീഡ് കഴിയുമ്പോഴത്തേക്കേ നമുക്ക് മനസ്സിലാവത്തുള്ളൂ ഇയാളാണോ അല്ലയോ. ഈ ലവില് വേറൊരു സാധനം വെച്ചാൽ കൈൻഡ്നെസ് ആണ്. അതൊരു വലിയൊരു ഇമ്പോർട്ടന്റ് ഘടകമാണ്. കൈൻഡ്നെസ് ഉണ്ടെങ്കിൽ മാത്രമേ ആ ഒരു സ്നേഹത്തിന് ഡെവലപ്മെന്റ്സും വരത്തുള്ളൂ. നമുക്കൊരാളോട് ഒരു പ്രത്യേക ഒരു കൈൻഡ്നെസ് തോന്നിക്കഴിഞ്ഞാൽ അതനുസരിച്ചായിരിക്കും നമ്മുടെ ലവ് കൂടുതലൊക്കെ വരുന്നത്. അത് പല രീതിയിൽ അത് ഡെവലപ്പ് ചെയ്ത് വരും. നമ്മളൊരാൾ ഹെൽപ്പ് ചെയ്തു, അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ആ ഒരു സ്നേഹം അവിടെ ഉണ്ടാകുന്നുണ്ട്. അവിടെ അതിപ്പോ എല്ലായിടത്തും ഏത് സ്ഥലത്ത് ചെന്നാലും അതൊരു മുഖ്യ ഘടകമായിട്ട് മാറുന്നുണ്ട്. ഇനിയിപ്പോ ഞാൻ ഇതിന്റെ ഒരു സൈക്കോളജി സ്റ്റുഡന്റ് ആയതുകൊണ്ട് സൈക്കോളജിക് വേർഷൻ ഞാൻ പറയാം. അതായത് ഇപ്പം റോബർട്ട് സ്റ്റേൺബർഗിന്റെ ഒരു തിയറി ഉണ്ട്, ട്രയാങ്കുലർ തിയറി ഓഫ് ലവ്.
അപ്പൊ ഇതില് 3 ഫാക്ടേഴ്സ് ആണ് ഉള്ളത്. അതായത് ഒന്നെന്ന് പറയുന്നത് ഇന്റിമസി, പിന്നെ പാഷൻ, കമ്മിറ്റ്മെന്റ്. ഈ 3 ഉണ്ടെങ്കിൽ ഒരു ഐഡിയൽ ലവ് ഉണ്ടാവത്തുള്ളൂ. ഇപ്പം ഈ ഇന്റിമസി എന്ന് വെച്ചാൽ ഇമോഷണൽ ആയിട്ടുള്ള ഒരു ബോണ്ട്, നമുക്ക് ഒരാളോട് തോന്നുന്ന ഒരു ബോണ്ട്. അപ്പം ഇന്റിമസി മാത്രമേ ഉള്ളെങ്കിലാണ് നമുക്ക് എന്താ പറയാ ഫ്രണ്ട്ഷിപ്പ് ഒക്കെ ഉണ്ടാകുന്നത്, ക്ലോസ് ഫ്രണ്ട്ഷിപ്പ് ഒക്കെ ഉണ്ടാകുന്നത്. അയാളുമായിട്ട് നമുക്ക് എന്താ ഉള്ളത്, നമുക്ക് ഇമോഷണൽ ആയിട്ടൊരു കണക്ഷൻ ഉണ്ട്. അതുകൊണ്ടാണല്ലോ നമ്മൾ ആ പുള്ളിയോട് എല്ലാ കാര്യങ്ങളും നമ്മൾ പറയുന്നത്. പിന്നെ പാഷൻ എന്ന് വെച്ചാല് ഫിസിക്കലി അട്രാക്റ്റീവ്നെസ്, ഡിസയേഴ്സ്, ഓരോരുത്തരുടെ മനസ്സിലുള്ള ഡിസയേഴ്സും ഈ സെക്ഷൽ ഡിസയേഴ്സും എല്ലാം അങ്ങനെ വരുന്നതാണ് ഈ പാഷനിൽ വരുന്നത്. അപ്പം പിന്നെ ഉള്ളതാണ് കമ്മിറ്റ്മെന്റ്. കമ്മിറ്റ്മെന്റ് ആണ് ലോങ് ടേമിലുള്ള അല്ലേ? അതെ, കമ്മിറ്റ്മെന്റിലാണ് തുടക്കം വരുന്നത്. ഇപ്പൊ മക്കളോട് അച്ഛനമ്മമാർക്ക് മക്കളോടുള്ള കമ്മിറ്റ്മെന്റ്, അത് തിരിച്ചും അതുപോലെ ഉള്ള കമ്മിറ്റ്മെന്റ്സിൽ ഒരു വലിയൊരു സ്നേഹം കിടപ്പുണ്ട്. ഈ നമുക്ക് തോന്നുമല്ലോ ഫസ്റ്റ് ഒരു ക്രഷ് മാത്രം അല്ലെങ്കിൽ ഒരു ഇൻഫാക്ച്വേഷൻ എന്നൊക്കെ പറയുന്നത് ഈ പാഷൻ മാത്രമേ നമുക്കപ്പോ ഉള്ളൂ. അത്രേ ഉള്ളൂ. ഇന്റിമസിയോ കമ്മിറ്റ്മെന്റോ ഇല്ല. പാഷൻ മാത്രമേ നമുക്കപ്പോ ആ സമയത്തുള്ളൂ. പിന്നെന്ന് പറയുന്നത് കമ്മിറ്റ്മെന്റ് മാത്രമേ ഉള്ളെങ്കിൽ അതൊരു എംപ്റ്റി ലവ് ആണ്. അതെന്ന് പറയുന്നത് എംപ്റ്റി ലവ് ആകുമ്പോഴത്തേക്കും വേറൊന്നും കാണത്തില്ല, പാഷനും ഇല്ല, ഇന്റിമസിയും ഇല്ല, ഒന്നുമില്ല. ജസ്റ്റ് നമുക്ക് ഞാനിത് ഏറ്റെടുത്ത് പോയാലും ഒരു സെൻസ് ഓഫ് ഡ്യൂട്ടി എന്നുള്ള രീതിയിലാണ് കമ്മിറ്റ്മെന്റ് മാത്രമേ ഉള്ളെങ്കിൽ. ഇപ്പം കമ്മിറ്റ്മെന്റും പാഷനും ഇന്റിമസിയും എല്ലാം ഉണ്ടെങ്കിൽ അത് കൺസ്യൂമേറ്റ് ലവ് ആണ്, റൊമാൻറ്റിക് ലവ്. അതാണ് ഐഡിയൽ ലവ് എന്ന് പറയുന്നത്. സോ ഇതാണ് ഒരു സൈക്കോളജിക്കൽ പെർസ്പെക്റ്റീവ്. പറഞ്ഞത് വളരെ കറക്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ ജീവിത സാഹചര്യങ്ങൾ അനുസരിച്ച് ഓരോരുത്തരുടെ ഓരോ രീതിയിലോട്ടും മാറിക്കൊണ്ടിരിക്കും. പിന്നെ ഇപ്പോഴത്തെ ഒരു എന്താ പറയാ കൂടുതൽ കൺസേൺ ആവുന്ന ഒരു കാര്യമാണ് ടോക്സിക് റിലേഷൻസ്. അതെ, അതെന്ന് വെച്ചാല് എന്താ പറയാ ഇപ്പം കണ്ടുവരുന്നതാണ്. എന്താ പറയാ കലിപ്പന്റെ കാന്താരി എന്നൊക്കെ പറഞ്ഞ് കുറെ വരുന്നുണ്ട്. അത് ചിലവർക്ക് ഇഷ്ടമായിരിക്കാം, പക്ഷെ എൻ്റെ ഒരു പെർസ്പെക്റ്റീവിൽ ഞാൻ പറയുവാണ് അങ്ങനെ അല്ലല്ലോ. ഇപ്പൊ അങ്ങനത്തെ ഒരു ഇതറിയാലോ. ടോക്സിക് റിലേഷൻസ് എന്ന് പറയുമ്പോൾ ഇപ്പൊ ആരാണോ പാർട്ട്ണർ അയാൾ എന്ത് ചെയ്താലും കുഴപ്പമില്ല, എന്തു ചെയ്താലും പ്രശ്നമില്ല, അടിച്ചാലും പ്രശ്നമില്ല, തൊഴിച്ചാലും പ്രശ്നമില്ല, കുത്തിക്കൊന്നാലും പ്രശ്നമില്ല. അങ്ങനത്തെ ക്യാരക്ടേഴ്സ് ഉണ്ട്. അവര് പറയുന്നത് മാത്രമേ ഉള്ളൂ ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം. അതിനപ്പുറം വേറൊരു കാര്യം അവർക്കില്ല. ലൈഫിൽ വേറൊന്നുമില്ല. അവർ എന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാലും ലാസ്റ്റ് കറങ്ങി തിരിഞ്ഞ് ആ കറക്റ്റ് അവരെ തന്നെ വന്ന് ചാടും. അതെ, അത് എന്തുകൊണ്ടാന്ന് അറിയത്തില്ല. പക്ഷെ അത് നമ്മളെ തന്നെ അത് അവിടെയാണ് സെൽഫ് ലവിന്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. നമ്മൾ സെൽഫ് ലവ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് അത് മനസ്സിലാവത്തുള്ളൂ ടോക്സിക് റിലേഷൻ ആണോ അല്ലയോ. അഥവാ അത് നമ്മളെ തന്നെ ഇഷ്ടപ്പെടുന്നില്ല, നമ്മളെ തന്നെ വാല്യൂ ചെയ്യുന്നില്ലെങ്കിൽ നമുക്ക് ഒരിക്കലും മനസ്സിലാവത്തില്ല അത് ടോക്സിക് ആണോ അല്ലയോ. അപ്പൊ ടോക്സിക് റിലേഷനിൽ അയാളെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, സ്വന്തമായിട്ടും കുറ്റം പറയണം അല്ലേ. നമ്മൾ അനുവദിച്ചു കൊടുത്തിട്ടാണ് ആ ഒരു അയാൾ അങ്ങനെ ചെയ്യുന്നത്. നമ്മൾ ആദ്യം തന്നെ തടഞ്ഞിരുന്നെങ്കിൽ അത് ചെയ്യത്തില്ല. നമുക്ക് എപ്പോഴും നമുക്കോട് തന്നെ ഒരു വിമർശനം ഉണ്ടാവണം എല്ലാ കാര്യങ്ങളിലും. എന്നാലേ നമുക്ക് ബാക്കിയുള്ള ആൾക്കാരെ കൂടുതൽ സ്നേഹിക്കാൻ പറ്റത്തുള്ളൂ. അതുപോലെ ആരെയും കൂടുതൽ ഉപദേശിക്കാതിരിക്കുക. ഉപദേശം തുടങ്ങി അവർക്ക് പ്രായമായി എന്നാണ് നമ്മൾ പറയുന്നത്. അല്ല, അഡ്വൈസ് കൊടുക്കരുത്. അഡ്വൈസ് ഇപ്പൊ ആർക്കും ഇഷ്ടമല്ല. അഡ്വൈസ് അല്ല, സൈക്കോളജി അനുസരിച്ചിട്ട് അഡ്വൈസ് കൊടുക്കരുത്. അഡ്വൈസ് കൊടുക്കുമ്പോൾ നമ്മൾ ചെയ്യത്തില്ല. സജഷൻസ് കൊടുക്കുക, നല്ല നല്ല സജഷൻസ് കൊടുക്കുക. സജഷൻസിൽ നമുക്ക് തീരുമാനിക്കാം നമുക്ക് എന്താണ് സജഷൻ ആവശ്യമുള്ളത്. നമ്മൾ ഫിൽട്ടർ ചെയ്തെടുക്കാം എന്തൊക്കെ സജഷൻസ് നമുക്ക് എടുക്കാം. അഡ്വൈസ് ദയവ് ചെയ്ത് ആർക്കും കൊടുക്കരുത്. ഇല്ല, നിങ്ങൾ അമ്മയും അച്ഛനും എനിക്ക് അഡ്വൈസ് തരാറില്ല, എനിക്ക് സജഷൻസ് തരാറില്ല. ദയവ് ചെയ്ത് ആർക്കും അഡ്വൈസ് കൊടുക്കരുത്. അഡ്വൈസ് കൊടുത്തെന്ന് വെച്ചാൽ അയാൾ നന്നാവത്തില്ല. ദേഷ്യം വരുന്നല്ലാതെ പ്രത്യേകിച്ച് ഒന്നും തോന്നത്തില്ല. എപ്പോഴും വെറുതെ ബോറടിപ്പിക്കുക എന്നുള്ളതല്ലാതെ ഉപദേശം കൊണ്ട് മറ്റൊരു ഗുണവും ഉണ്ടാകുന്നില്ല എന്ന് ചില ആൾക്കാര് മനസ്സിലാക്കുന്നത് പോലും ഇല്ല. അവര് പിന്നെയും ഉപദേശിച്ചുകൊണ്ടേ ഇരിക്കുക. സമയം കിട്ടിയ അപ്പൊ ഉപദേശിക്കും. ചിലർക്ക് ഹോബിയാണ് ഉപദേശിക്കുക. അവരുടെ ഞാൻ പറയുന്നതെല്ലാം കാര്യമായിട്ടുള്ള കാര്യമാണ്. എന്തുകൊണ്ട് അവർക്ക് കേട്ടുകൂടാ? ഞാൻ പറയുന്നതാണ് ശരി. ഉപദേശം തന്നെന്ന് വെച്ചിട്ട് നമ്മള് അത് സ്വീകരിക്കണമെന്നോ നന്നാവണമെന്നില്ല. നമുക്ക് ദേഷ്യമേ ഉണ്ടാവത്തുള്ളൂ ഉപദേശിക്കുമ്പോൾ. ഉപദേശം കൊടുക്കാതെ സജഷൻസ് ആണ് കൊടുക്കുന്നെങ്കിൽ ഓക്കെ, ഈ ആള് പറയുന്നതിൽ ഒരു കാര്യമുണ്ട് എന്ന് നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ നമ്മളത് ചെയ്യും.
അല്ലാതെ ഉപദേശം കൊടുത്ത് നീ ഇങ്ങനെയൊക്കെ ചെയ്തിരുന്നെങ്കിൽ, നീ അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ എന്നൊക്കെ പറഞ്ഞ് പണ്ടത്തെ കാര്യങ്ങളും ഒക്കെ എടുത്തിട്ട് അവിടെയാണ് ആ റിലേഷൻ ബ്രേക്ക് ആവുന്നത്. അപ്പം ഇപ്പൊ മറ്റൊരു ആളെ കുറിച്ച് ഇപ്പം ഞാൻ പറഞ്ഞില്ല, ഇപ്പം ഈ ലവ് നോട്ട് വരുവാണെങ്കിൽ മറ്റേ ആളോട് നമ്മൾ ഈ ഉപദേശം കൊടുക്കുവാണെങ്കിൽ അയാൾക്ക് ഇഷ്ടപ്പെടൂല. അതിപ്പോ ആർക്കാണെങ്കിലും ഇഷ്ടപ്പെടത്തില്ല. ഇപ്പം ഞങ്ങളുടെ ഇടയിൽ ഞാനിപ്പോ അച്ഛനെ ഉപദേശിക്കുവാണെങ്കിൽ അച്ഛന് ഇഷ്ടപ്പെടൂല, അച്ഛൻ എന്നെ എനിക്ക് ഇഷ്ടപ്പെടത്തില്ല. ഇല്ല, അത് അങ്ങനെയാണ്. അപ്പൊ ആ ഒരു റിലേഷൻ നമുക്ക് ബ്രേക്ക് ആവും എന്നല്ലാതെ, ഒരു ഗ്യാപ്പ് വരുമെന്നല്ലാതെ വേറൊന്നും അതിനെ കൊണ്ട് ഉപകാരം ഉണ്ടാവുന്നില്ല. പിന്നെ ഈ വയസ്സ് ടൈം ആകുമ്പോഴത്തേക്കുള്ള ഒരു കെയറിങ്ങും ആ ഒരു സ്നേഹവും എല്ലാവർക്കും അവര് ആഗ്രഹിക്കുന്നത്. അത് നമ്മള് ഇപ്പം അച്ഛനമ്മമാരോടാണേലും വേറെ എത്ര മുതിർന്ന ആൾക്കാരോട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള എല്ലാ സഹായങ്ങളും ചെയ്യുക. അപ്പൊ അതൊരു സ്നേഹമായിട്ട് അവിടെ ഡെവലപ്പ് ചെയ്ത് വരുന്നതായിരിക്കും. അതൊക്കെ ഒരു നല്ല കാര്യങ്ങളായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എല്ലാരോടും നമ്മൾ നന്നായിട്ട് സ്നേഹത്തോടെ സമാധാനത്തോടെ ഒക്കെ ജീവിക്കുക അല്ലേ? അതെ, എല്ലാരും അങ്ങനെ തന്നെ ജീവിക്കണം. ലൈഫ് എന്ന് പറഞ്ഞത് ഒന്നേ ഉള്ളൂ, അത് സ്നേഹിച്ച് ജീവിക്കുക. അല്ലാതെ വഴക്കും വൈരാഗ്യവും ഒക്കെ മനുഷ്യനാകുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ചില സമയങ്ങളിൽ ചില കാര്യങ്ങളിലൊക്കെ തോന്നും. അതൊക്കെ അതൊരു ടൈമിന് മാത്രമേ തോന്നാവുള്ളൂ. അത് ഒരു വൈരാഗ്യമായിട്ട് ഡെവലപ്പ് ചെയ്ത് അത് വാശിയും അതിൻ്റെ കൂടെയുള്ള ഒരു പ്രതികാരമായിട്ടൊക്കെ തോന്നി ഇപ്പൊ എന്തെങ്കിലും ഒരു കാര്യം നമ്മുടെ സൈഡിൽ നിന്ന് തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ പോലും അത് ഓക്കെ, അതാണ്, അത് അങ്ങോട്ട് പറ്റിയതാണ്, അല്ലെങ്കിൽ അവർക്ക് അതുകൊണ്ട് പറ്റിയതാണ്, പിന്നെ അത് മാറ്റുക അവര്, അല്ലെങ്കിൽ അത് പറഞ്ഞ് മനസ്സിലാക്കുക അവര്, അല്ലെങ്കിൽ നമ്മൾ സ്വയമായിട്ട് അതങ്ങ് മനസ്സിലാക്കി അതങ്ങ് മാറ്റുക. അല്ലാതെ ആ ഒരു കാര്യം വെച്ചിട്ട് പിന്നെ ഒരു രീതിയിലുള്ള സ്നേഹം ഉണ്ടാക്കത്തില്ല. അല്ലെങ്കിൽ ഞാൻ അവരങ്ങനാണ്, ഓൾ ടൈം അങ്ങനെയാണ് എന്ന് ചിന്തിക്കാതിരിക്കാനുള്ള എല്ലാരും കാണിക്കുന്നതാണ് ഏറ്റവും നല്ലത് ലൈഫിന് മുമ്പോട്ട് പോകും. നമ്മള് ഈ അസൂയ, കുശുമ്പ് ഇതൊക്കെ വെച്ചോണ്ടിരുന്നിട്ടും കാര്യമില്ല. നമ്മള് ബാക്കിയുള്ളവരെ സ്നേഹിക്കുക, നമ്മളെ സ്നേഹിക്കുക, അങ്ങനെ ആകുമ്പോഴേ ലൈഫ് നന്നായിട്ട് ഒരു പോസിറ്റീവ് രീതിയിൽ മുമ്പോട്ട് പോകത്തുള്ളൂ. നമുക്ക് സക്സസ് വേണമെങ്കിൽ സ്നേഹിക്കുക, എല്ലാവരെയും സ്നേഹിക്കുക. നമ്മൾ എന്ത് ചെയ്യുവാണെങ്കിലും അത് സ്നേഹിക്കുക. അതായത് നമ്മളോട് വർക്ക് ആണെങ്കിൽ വർക്കിനെ സ്നേഹിക്കുക. എല്ലാത്തിനും നമുക്ക് ആ ഒരു ഇഷ്ടം വേണം. എന്തിപ്പോ ഫുഡ് കഴിക്കുമ്പോ അതിനോട് സ്നേഹിച്ച് ഫുഡ് ഉണ്ടാക്കുമ്പോ ആ ഫുഡ് ഉണ്ടാക്കുന്ന ഓരോ കാര്യത്തിനും ഇപ്പൊ കടുകിടുവാണെങ്കിൽ കടുകിനെ സ്നേഹിക്കും, മുളകിടുവാണെങ്കിൽ മുളകിനെ സ്നേഹിക്കും. അപ്പൊ അങ്ങനെ സ്നേഹം കൂടെ വിളമ്പിയാല് നല്ല നല്ല ഫുഡ് ഉണ്ടാകും. അതെ, നമ്മള് കൊടുക്കുമ്പോ എന്തെങ്കിലും ആട്ടെ എന്ന് പറഞ്ഞു കൊടുത്ത ആ ഫുഡ് നന്നാവൂല. നമ്മള് അത് ഇഷ്ടത്തോടെ ഉണ്ടാക്കുവാണെങ്കിൽ ആ ഫുഡിന് ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. നല്ല ചിരിച്ച് മനസ്സിന്റെ സന്തോഷത്തോടെ ഉണ്ടാക്കി കൊടുക്കുക. ഇപ്പൊ ആരെങ്കിലും കാണുമ്പോ ഒന്ന് ചിരിച്ചു കാണിക്കാം അല്ലേ? അതെ, ചിരിച്ചു കാണിച്ചാൽ മതി. എന്തിനാ വെറുതെ ജാടയൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ. ആവശ്യമില്ല. നേരിട്ട് ട്രെയിനിൽ മണിക്കൂർ എടുത്ത് യാത്ര ചെയ്യും, ഒരു അക്ഷരവും മിണ്ടത്തില്ല. അങ്ങനെ എത്രയോ പേര് നമ്മളൊന്നും അവരുടെ മുഖത്ത് നോക്കിയാൽ പോലും നമ്മളെ പോലും നോക്കത്തില്ല, ഇങ്ങനെ തിരിഞ്ഞു നിന്നതാണ്. ഇതൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ആ ഒരു ബോറി മാറി കിട്ടും. ഒരു പ്രത്യേക ചിലപ്പോ ഒരു വേറൊരു റിലേഷൻ ആയിരിക്കും ചിലപ്പോ ഉണ്ടാകുന്ന, അവിടെ നല്ല ഗുണമുള്ള റിലേഷൻ ആയിരിക്കും ആ സമയത്ത് ഉണ്ടാകുന്നത്. ആരും ശ്രദ്ധിക്കത്തില്ല. അപ്പൊ ആ ഇരിക്കുന്ന ആൾ ആരാന്ന് പോലും അറിയാൻ നമുക്ക് താല്പര്യമില്ല. പിന്നെ ഒരു ലോകത്താണ് നമ്മൾ, അതുകൊണ്ടാണ് വേൾഡിലാണ് ഇപ്പൊ എല്ലാരും മൊബൈലും നോക്കിയിരിക്കുന്നു. ഒരു യോഗം തുടങ്ങിയാൽ തന്നെ കണ്ടില്ല, മൊത്തം മൊബൈലില്ല. ആർക്കും ആരെയും മുഖത്ത് പോലും നോക്കണം. അപ്പം ഇപ്പൊ അത് പറഞ്ഞപ്പോഴാണ് ലവ് ഇൻ ദ ഡിജിറ്റൽ വേൾഡ്. അതൊരു വലിയൊരു കൺസേൺ ആണ്. ചിലവർക്ക് അത് നന്നായിട്ട് വരും, പക്ഷെ മോസ്റ്റ് കേസ്ലി അത് നന്നായിട്ടായിരിക്കത്തില്ല വരുന്നത്. നമുക്കറിയത്തില്ല നമ്മുടെ സ്ക്രീനിൽ അപ്പുറത്ത് ആരായിരിക്കണം. ഇപ്പം സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ ഞാൻ ഈ പറയുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. കാരണം സോഷ്യൽ മീഡിയ വഴി പരിചയപ്പെട്ട് കല്യാണം കഴിച്ച കുറേ പേരുണ്ട്, ഇല്ലെന്നല്ല പറയുന്നത്, ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. അങ്ങനെ നന്നായിട്ട് ജീവിക്കുന്ന ഇഷ്ടം പോലെ ആൾക്കാരാണ്. പക്ഷെ ഞാൻ പറയുന്ന ഈ കേസ് എന്ന് പറയുന്നത് അങ്ങനെ അല്ലാതെ വരുന്നവരുടെ കാര്യമാണ്. ഇപ്പം നമുക്കറിയത്തില്ല നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ കൂടെ അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ കൂടെ ആരെയാണ് കാണുന്നത്, ആരോടാണ് ഈ സംസാരിക്കുന്നത്. ഇപ്പൊ പല കേസിലും നമ്മൾ കണ്ടിട്ടുണ്ട്, ഇതിലൂടെ സോഷ്യൽ മീഡിയയിൽ കൂടെ പരിചയപ്പെട്ട് സംസാരിച്ച് ലാസ്റ്റ് കാണുമ്പോഴത്തേക്കും അവിടെ ഇരിക്കുന്ന ഒരു അപ്പൂപ്പനായിരിക്കും. അങ്ങനെയും കേസ് വന്നിട്ടുണ്ട്. പിന്നെ അല്ലെങ്കിൽ അപ്പുറത്തിരിക്കുന്ന ഒരു പയ്യനാണ്, കുഞ്ഞ് 7-8 വയസ്സ് അങ്ങോട്ടേ ഉള്ളൂ. അങ്ങനെയൊക്കെ വന്നിട്ടുണ്ട്. അപ്പം അങ്ങനെ അതെ, അപ്പൊ അങ്ങനെയൊന്നും നമ്മൾ ആ ഫോൾ ട്രാപ്പിൽ വീഴാതെ ശ്രദ്ധിക്കുക. നമുക്ക് പേഴ്സണലി അറിയുന്നതാണെങ്കിൽ ഓക്കെ, നമുക്ക് എങ്ങനെയാണെങ്കിലും നമുക്ക് ഒരാളെ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്.
ഫിസിക്കലി കാണുമ്പോഴല്ലേ മനസ്സിലാവത്തുള്ളൂ, അല്ലാതെ ഇങ്ങനെയൊക്കെ കണ്ടു ഫിസിക്കലി കഴിഞ്ഞാൽ കണ്ടാലും നമുക്ക് മനസ്സിലാക്കാൻ അതെ. ബുദ്ധിമുട്ടാണ്. ചക്കയാണെങ്കിൽ ചുഴിഞ്ഞു നോക്കാന്ന് പറയും, മനുഷ്യനെ ചുഴിഞ്ഞു നോക്കാൻ പറ്റും. പറ്റൂല. കല്യാണം കഴിഞ്ഞ പെണ്ണുങ്ങളെല്ലാം പറയുന്ന കാര്യമാണ്. അപ്പൊ നമുക്ക് അറിയത്തില്ല. പിന്നെല്ലാം ഗോഡ്സ് പ്ലാൻ. ആ ടൈമിങ് ആകുമ്പോഴത്തേക്കും അല്ലേ, ഇപ്പൊ നമുക്ക് നമ്മുടെ ലൈഫിൽ എല്ലാവർക്കും ട്രൂ ലവ് കിട്ടട്ടെ എന്ന് പറയുന്നു. അപ്പൊ നമ്മൾ ആഗ്രഹിക്കും ഇപ്പൊ കിട്ടിയിരുന്നെങ്കിൽ എന്നാഗ്രഹിക്കും. പക്ഷെ എല്ലാത്തിനും ഒരു ടൈമിംഗ് ഉണ്ട്. ആ ടൈം ആകുമ്പോഴേ എന്താണെങ്കിലും നമ്മുടെ കയ്യിൽ കിട്ടത്തുള്ളൂ. അപ്പൊ അതിനെ വെയിറ്റ് ചെയ്യുക. അപ്പൊ ട്രൂ ലവ് അപ്പൊ കിട്ടും. ട്രൂ ലവ് അപ്പൊ കിട്ടും. എല്ലാരെയും സ്നേഹിക്കാൻ പഠിക്കുക, മനസ്സ് നല്ല രീതിയിൽ വെക്കുക. അപ്പൊ ഓട്ടോമാറ്റിക്കായിട്ട് സ്നേഹം എന്ന് പറഞ്ഞ സാധനം നമുക്ക് നമ്മളെ സൈഡിലോട്ട് വരും. അപ്പൊ നമ്മൾ സ്നേഹിക്കുവാണെങ്കിൽ നമ്മളെ സ്നേഹിക്കാൻ ആൾക്കാരുണ്ടാവും. നമ്മൾ സ്നേഹിക്കാതെ നമ്മൾ ബലം പിടിച്ചിരുന്നോ നമ്മളെ സ്നേഹിക്കാനായിട്ട് മനുഷ്യനും കാണും, ആരും വരത്തില്ല. അതുകൊണ്ട് നമ്മുടെ സന്തോഷം നമ്മൾ തന്നെ കണ്ടെത്തുക. അതെ, എന്ത് ചെറിയ കാര്യമാണെങ്കിലും നമ്മൾ എന്ത് ചെയ്യുവാണെങ്കിലും സന്തോഷിക്കാൻ നോക്കണമെങ്കിൽ എന്ത് ചെയ്യണം? സ്നേഹം വേണം. സ്നേഹം ഉണ്ടെങ്കിൽ മാത്രമേ സന്തോഷിക്കാൻ പറ്റൂ. അതെ, നമ്മൾ എന്ത് ചെയ്യുവാണെങ്കിലും അതിൽ നമ്മുടെ ഒരു എന്താ പറയാ, നമ്മുടെ യുണീക്നെസ് ഇടണമെങ്കിൽ നമ്മൾ കുറച്ച് നമ്മൾ തന്നെ ഒരു പോസിറ്റീവായിട്ടിരുന്നാലേ നമ്മൾ കുറച്ച് ഒന്ന് ഇതാവത്തുള്ളൂ. അപ്പം എന്ത് ചെയ്യുവാണെങ്കിലും കുറച്ച് സ്നേഹത്തോടെ ചെയ്ത് കഴിഞ്ഞാൽ അതെല്ലാം നല്ലതാവും. അപ്പൊ നല്ല പോസിറ്റീവായിട്ടിരിക്കുക, എല്ലാവരെയും സ്നേഹിക്കുക അല്ലേ? അതെ, എല്ലാവരെയും സ്നേഹിക്കുക. ഈ ലോകം തന്നെ ഒരു സ്നേഹത്തിന്റെ ഒരു കൂട്ടായ്മയായിട്ട് മാറട്ടെ എന്ന് ആശംസിക്കാം നമുക്ക്. അതെ, ഒരു ഇമ്പോർട്ടന്റ് കാര്യം പറയാൻ മറന്നുപോയി. അതായത് ടോക്സിക് റിലേഷനിൽ നമ്മൾ അതിനു മുമ്പ് ഞാൻ എഫേർട്സിന്റെ കാര്യം പറഞ്ഞു. ഈ എഫേർട്സ് എന്ന് പറഞ്ഞാൽ ഏത് റിലേഷൻ ടോക്സിക് ആണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ എഫേർട്സ് ഇടാൻ നിൽക്കരുത്. പിന്നെ എഫേർട്സ് ഇടുന്ന നിങ്ങളുടെ ലൈഫ് പോകും. ഇപ്പൊ നമ്മൾ കുറെ കണ്ടുവരുന്നുണ്ട്. കുറെ സൂസൈഡ്സ് അങ്ങനെ നടക്കുന്നുണ്ട്. ഇപ്പം അങ്ങനെ നമ്മള് അതിൽ നിന്നൊന്നും മാറിയിരുന്നെങ്കിൽ ആ ലൈഫ് രക്ഷപ്പെട്ടേനെ അല്ലേ? എന്റെ ഒരു വല്ലാത്ത അതെ, അങ്ങനെ ട്രാജഡി ആവത്തില്ലായിരുന്നു. അതിന് ആരെങ്കിലും ഒരു ഹെൽപ്പിന് ഉണ്ടായിരുന്നെങ്കിൽ സ്വന്തമായിട്ട് ഹെൽപ്പ് ചെയ്യുക. ഒരു ടോക്സിക് റിലേഷനിലാണെങ്കിൽ അതെങ്ങനെങ്കിലും അതിൽ നിന്ന് മാറാൻ ശ്രമിക്കുക. അത് ഒന്നെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ ഹെൽപ്പ് വേണം. ഏറ്റവും ഇമ്പോർട്ടന്റ് പാരന്റ്സിനോട് പറ. പാരന്റ്സിനോട് നിങ്ങൾ കാര്യങ്ങൾ പറയൂ. ഇപ്പൊ കല്യാണം കഴിച്ചവരാണെങ്കിൽ പാരന്റ്സിനോട് പറയൂ, കല്യാണം കഴിക്കാത്തവരാണെങ്കിലും പറയൂ. കാരണം പാരന്റ്സ് അങ്ങനെ ഒരു സ്പേസ് ക്രിയേറ്റ് ചെയ്യണം ഫസ്റ്റ് അല്ലേ? അതെ, പാരന്റ്സുമായിട്ട് ഒരു നല്ല റിലേഷൻ ഉണ്ടാക്കിയെടുക്കണം. എന്തും പറയാൻ ഒരു ഫ്രീഡം ഉണ്ടെങ്കിൽ അവിടെ ആ ഒരു സ്പേസ് പാരന്റ്സിന്റെ സൈഡിൽ നിന്നും അങ്ങനെ ഒരു സ്പേസ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ആകുമ്പോഴത്തേക്കും കുട്ടികൾ വന്ന് പറയും. പറയുമ്പോ ജസ്റ്റ് ഒന്നും കൂടെ ട്രൈ ചെയ്ത് നോക്ക്, നീ കുറച്ചു ദിവസം കൂടെ നോക്ക് എന്നും പറഞ്ഞ് നിക്കരുത്. അങ്ങനെ നിന്ന് പല കേസസും നമുക്കിപ്പോ ചുറ്റും കാണാൻ പറ്റുന്നു. അങ്ങനെ നിന്നിട്ട് പിറ്റേ ദിവസം ആകുമ്പോഴത്തേക്കും ആള് കാണത്തില്ല. അതെ, ചില തീരുമാനങ്ങൾ എടുക്കേണ്ടത് ആ സമയത്ത് തന്നെ എടുക്കണം. ഓരോരുത്തരുടെ മാനസിക സ്ഥിതി എങ്ങനെയായിരിക്കും, ഏതായിരിക്കും നമുക്ക് പറയാൻ പറ്റുക. അപ്പം മറ്റുള്ള ആള് വന്ന് നമ്മളോട് ഇങ്ങനെ ഒരു കാര്യം പറയുമ്പോൾ അത് നന്നായിട്ട് മനസ്സിലാക്കി അതിന് വേണ്ട ആക്ഷൻസ് എടുക്കുക. ഇപ്പൊ അത് പറ്റുന്നില്ലെങ്കിൽ നേരെ ഡയറക്റ്റ് ആയിട്ട് പോലീസ് ഹെൽപ്പ് നേടുക. അപ്പം കുറെ നമുക്ക് ലോ ഉണ്ടല്ലോ, ലോയിൽ ഹെൽപ്പ് നേടുക. അപ്പം അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ ലൈഫാണ് തിരിച്ചു കിട്ടുന്നത്. അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ലൈഫിന് അത്രയ്ക്കും വാല്യൂ ഉണ്ട്. നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും വീണ്ടും. അപ്പം നമ്മൾ അങ്ങനെ ഒരു എൻഡ് എന്നുള്ള രീതിയിൽ പോവരുത്. എന്തുണ്ടെങ്കിലും ഫേസ് ഇറ്റ്. എന്ത് വന്നാലും നമ്മൾ നമ്മുടെ ലൈഫ് എൻഡ് ചെയ്യാനുള്ള ഒരു ഇതിലോട്ട് വരരുത്. കുറെ അങ്ങനെ നമ്മുടെ ചുറ്റും അങ്ങനെ കാണുന്നതുകൊണ്ടാണ് അതെ, അതുകൊണ്ടാണ് അതൊന്നും അഡ്രസ് ചെയ്യണമെന്ന് വെച്ചിട്ടാണ് നമ്മളിപ്പോ അത് പറഞ്ഞത്. ഞാൻ എഫേർട്സിന്റെ കാര്യം പറയുമ്പോഴത്തേക്കും എല്ലാത്തിനും എഫേർട്സ് ഇടണം എന്നല്ല ഉദ്ദേശിച്ചത്. ഇപ്പം ടോക്സിക് ആണെങ്കിൽ എഫേർട്സ് ഇടരുത്, അവിടെ കട്ട് ചെയ്തേക്കണം. കട്ട് ചെയ്തിട്ട് പോവുക. അവർക്കും ഒരു ലൈഫ് ഉണ്ട്, നിങ്ങൾക്കും ഒരു ലൈഫ് ഉണ്ട്. പിന്നെ രണ്ടുപേർക്കും സുഖമായിട്ട് ജീവിക്കാമല്ലോ. അങ്ങനെ ചെയ്യുക. അപ്പം വേറെ കൂടുതൽ ഡ്രാസ്റ്റിക് സ്റ്റെപ്സ് എടുക്കാതെ ഹെൽപ്പ് നേടുക അല്ലേ? അങ്ങനെ വേണം മുമ്പോട്ട് പോകാൻ. അപ്പം എല്ലാരും നന്നായിട്ട് ഹാപ്പി ആയിട്ടിരിക്കട്ടെ, ഭയങ്കര സ്നേഹത്തോടെ എല്ലാവർക്കും സ്നേഹിക്കാൻ ഒരു മൈൻഡ് ഉണ്ടാവട്ടെ. എല്ലാരും ഇഷ്ടംപോലെ സ്നേഹിക്കുക, സ്നേഹം വാരിക്കോരി വിതറുക. അപ്പൊ നമുക്ക് എന്ത് പറ്റും? എല്ലാവരും നമ്മളെ സ്നേഹിക്കും. അങ്ങനെ മുമ്പോട്ട് പോവുക. നമ്മൾ ഈ ലൈഫിൽ കണ്ട ഏറ്റവും വലിയൊരു കാര്യം എന്നാണ് സ്നേഹിക്കാൻ പഠിക്കുക, സ്നേഹിക്കുക, എല്ലാവരെയും സ്നേഹിക്കുക. അതാണ് ഏറ്റവും പ്രധാനം. ഇപ്പൊ ഞങ്ങള് ഈ ഒരു പോഡ്കാസ്റ്റ് പറഞ്ഞിരിക്കുന്നത് എന്റെ ഒപ്പീനിയനും അച്ഛന്റെ ഒപ്പീനിയൻ. ഞങ്ങൾ രണ്ട് ജനറേഷനിലുള്ള ആൾക്കാരാണ്. അപ്പം ഒരു ജനറേഷണൽ ഗ്യാപ്പ് ഉണ്ട് നമ്മുടെ ഇടയിൽ. അപ്പം നമുക്ക് അറിയാം
എന്റെ ജനറേഷനിലുള്ള കാര്യമാണ് ഞാൻ ഈ പറഞ്ഞത്. അച്ഛന്റെ കാര്യമുള്ള അച്ഛന്റെ രീതിയിൽ. ഞാൻ ചെറുപ്പക്കാരനാ, ഞാൻ അങ്ങനെ താഴ്ന്നു സംസാരിക്കും. അങ്ങനല്ല ഞാൻ ഉദ്ദേശിച്ചത് രണ്ട് ജനറേഷനിലുള്ള, അപ്പൊ രണ്ട് വ്യക്തികളുമാണ്, അപ്പം രണ്ട് പെർസ്പെക്റ്റീവാണ്. അപ്പം നിങ്ങൾക്കും വേറെ ഒപ്പീനിയൻസ് ആയിരിക്കും ഉണ്ടാവുക. അപ്പം എല്ലാവരുടെ ഒപ്പീനിയൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും മ്യൂച്വലി റെസ്പെക്ട് ചെയ്യുക. നിങ്ങളുടെ ഒപ്പീനിയൻസും നിങ്ങളുടെ തോട്ട്സ് നിങ്ങൾക്ക് ഇത് കണക്ട് ചെയ്യാൻ പറ്റുമോ എല്ലാം ഒന്ന് കമന്റിൽ കൂടെ നമ്മളോട് പറയാട്ടോ. അപ്പം എല്ലാവരും അവരവരുടെ പെർസ്പെക്റ്റീവിൽ നിന്ന് ചിന്തിക്കുമ്പോൾ നമുക്ക് നമ്മുടെ പെർസ്പെക്റ്റീവ് ആയിരിക്കും കറക്റ്റ്. ചിലപ്പോൾ മറ്റൊരാൾക്ക് അങ്ങനെ ആയിരിക്കണമെന്നില്ല തോന്നുന്നത്, പക്ഷെ ചിന്താഗതിയാണ്. അപ്പം നമ്മൾ നമ്മുടെ ഒരു വ്യൂ പോയിന്റ് ആണ് പറഞ്ഞത്. അപ്പം ഇതുപോലത്തെ കുറെ ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്സിനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. സോ ബൈ.